ഹലോ ഗൈസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. പക്ഷെ കയറി വരാന്നുള്ളത് ഒരു സാഹസികം തന്നെയാണ്. രാവിലെ 4 മണി 4:30 മണിയാകുമ്പോൾ നമ്മൾ മീശപ്പുലിമല ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഒരു മണിക്കൂറോളം ആദ്യം നമ്മൾ ഓഫ് റോഡല്ല ജീപ്പിൽ വരും. എന്നിട്ട് നമ്മൾ അവരുടെ ബേസ് ക്യാമ്പിലെത്തും. അവിടെ നമുക്ക് വേണ്ടിയിട്ട് ബ്രെഡും ജാമും വെയിറ്റിംഗ് ആയിരിക്കും. അവിടെ നിന്ന് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മൾ എഗെയിൻ നമ്മുടെ മീശപ്പുലിമല ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് ഒരു ഓഫ് റോഡ് പോവുകയാണ്. ഒരു 30 മിനിറ്റ്സിൻ്റെ അടുത്ത് എഗെയിൻ ഒരു ഓഫ് റോഡ് ഉണ്ട്. നമ്മളവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കുന്ന് കയറും. ഫസ്റ്റ് ഞാൻ കരുതിയത് ഈ കുന്ന് കയറി കഴിഞ്ഞപ്പോൾ വിചാരിച്ചത് ഇതാണ് മീശപ്പുലിമല. പക്ഷെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വലിയ വലിയ കുന്നുകൾ വേറെയുണ്ട്. ഹയസ്റ്റ് 2ാമത്തെ കൊടുമുടിയാണല്ലോ മീശപ്പുലിമല. അപ്പോൾ അതല്ല ഇത് എന്നുള്ളത് കാര്യത്തിൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഗൈഡ് വന്നിട്ട് നമുക്ക് മീശപ്പുലിമല ദാ കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ നടന്ന് ഒരുപാടിളകി. ഫസ്റ്റ് തന്നെ ഒരു കുത്തനൊരു ഇറക്കാട്ടോ. അത് കുറച്ച് ഡിഫിക്കൽട്ടാട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് സൂക്ഷിച്ച് കണ്ടിറങ്ങിയില്ലെങ്കിൽ പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് പുല്ലിൻ്റെ മുകളിലൊക്കെ പിടിച്ച് ഇറങ്ങി ആദ്യം ഒരു കുന്നിറങ്ങി, അത് കഴിഞ്ഞ് അടുത്ത കുന്ന് കയറി, അടുത്ത കുന്ന് ഇറങ്ങി, പിന്നെ അടുത്ത കുന്ന് കയറി, അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന്, പിന്നെയും കുറച്ച് നേരം നടന്ന്, പിന്നെയും കുറച്ച് നേരം ഇരുന്ന്, അങ്ങനെ വേണം നമുക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താൻ. ഇതാണ് അവിടേക്ക് കയറി ചെല്ലാനുള്ള ഒരു വഴി. ഇത് വന്നിട്ട് നമുക്ക് വെള്ളം നിറഞ്ഞു പോകുമ്പോൾ മഴക്കാലത്തൊക്കെ വെള്ളം ഒഴുകി ഇങ്ങനത്തെ വഴികളാവുന്ന കേട്ടോ. അതിനപ്പുറത്ത് തന്നെ നടന്ന് വഴികളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ മീശപ്പുലിമലയിൽ മാത്രം കാണുന്ന കുറച്ച് സസ്യജാലങ്ങളാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മീശപ്പുലിമല. ഇതാണ് തമിഴ്നാട് കേരള ബോർഡർ. അങ്ങനെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് അത്രയും കുന്നുകൾ കയറി നമ്മൾ അത്രയും ഹൈ റേഞ്ചിൽ നിൽക്കുന്നത് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണാൻ തന്നെയാണ് കേട്ടോ. നമ്മളെ കൂടെ വന്നിട്ടുള്ള ആൾ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ഓരോന്ന് കാഴ്ചകളൊക്കെ എന്തായതാന്നൊക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്നത് നമ്മൾ പോയ വഴിയല്ല, നമ്മൾ തിരിച്ചിറങ്ങുന്നത് അത് വേറൊരു വഴിയാണ്. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. വന്നതൊരു വഴി, പോകുന്നത് വേറൊരു വഴി. ഇതുണ്ട് അവിടെ കാട് പോലെ. ഞങ്ങളൊരു കുറച്ച് സ്ലോ ട്രക്കിംഗ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ ഒരു 12 മണീൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ബേസ് ക്യാമ്പിലെത്തി. അവിടെ നമുക്ക് ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു സൂപ്പർ ഡൂപ്പറായിട്ടുള്ള ട്രക്കിംഗ് ആയിരുന്നു. എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ട്രക്കിംഗ് ആയിരുന്നു. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ട്രക്കിംഗ് തന്നെയാണ്. നിങ്ങൾ മീശപ്പുലിമല ട്രക്കിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.